ചേട്ടാ ഞാനിവിടെ UK വന്നിട്ട് ഒരു 14 വർഷം അടുപ്പിച്ചായി. അപ്പോൾ ഈ 14 വർഷത്തിൽ ആകപ്പാട് ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ജോലി അല്ലെങ്കിൽ നാട്ടിൽ പോവുക അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ആക്ടിവിറ്റീസ്, അഡ്വഞ്ചർ അങ്ങനെയുള്ള എക്സ്പ്ലോറിങ്ങേ ഉള്ളൂ. പക്ഷെ സത്യം പറഞ്ഞാൽ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു സൈഡ് എന്നെ സംബന്ധിച്ച് ഒരു അവയർനെസ് ഇല്ലാത്തൊരു ഏരിയയാണ്. അറിയാം ഇന്ന ആളായിരിക്കും പ്രൈം മിനിസ്റ്റർ അല്ലെങ്കിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട്, മേയർ ഇത് പറയുന്നു, ഇങ്ങനെയുള്ള ചില ഒരു ഹെഡ്ലൈൻ വായിക്കുന്നതിനപ്പുറത്തേക്ക് നമ്മൾ ഇൻട്രസ്റ്റ് കാണിക്കാറില്ല. പക്ഷേ ചേട്ടനോട് നമ്മൾ സംസാരിച്ചപ്പോൾ പലപ്പോഴും മനസ്സിലായിട്ടുണ്ട് പൊളിറ്റിക്സ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് എന്ന് ചേട്ടൻ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ എന്താണ് ചേട്ടാ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്? നമ്മൾ ശരിക്കും ഇവിടെ ഉള്ള ഒരു സിറ്റിസനായിട്ട് ഒരു പൊളിറ്റിക്സിനെ കുറിച്ച് അവെയർ ആയിരിക്കണോ, അതല്ല ഇവിടെ നാട്ടിൽ നിന്ന് വരുന്നവരായാലും ഇവിടുത്തെ പൊളിറ്റിക്സുമായിട്ട് അവെയർ ആയിരിക്കണോ എന്ന് ചേട്ടന് തോന്നുന്നുണ്ടോ? എന്താണ് എൻ്റെ ഒരു അഭിപ്രായം? തീർച്ചയായിട്ടും ഉണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പൊളിറ്റിക്സ്? അപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്ന് വന്ന നമുക്കുള്ള ഫീലിംഗ്, അതായത് കേരള രാഷ്ട്രീയമായിട്ട് അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് വരുമ്പോഴത്തേക്ക് നമ്മുടെയൊക്കെ ഒരു തോന്നൽ, രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ റോഡിൽ പോയി കൊടി പിടിക്കുക, സിന്ദാബാദ് വിളിക്കുക, അല്ലെങ്കിൽ ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശിക്കുക, അതൊക്കെയാണ്. ഇതൊക്കെ പൊളിറ്റിക്സിന്റെ ഒരു എന്താ പറയുന്ന ഒരു ഒരു അഡ്വേഴ്സ് സൈഡാണ്. റിയൽ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ അതല്ല. അപ്പോൾ ഉദാഹരണമായിട്ട് എന്തുകൊണ്ടാണ് ഞാൻ എൻ്റെ മനസ്സിൽ കൂടി ഇങ്ങനെ നമ്മുടെ പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിനും എല്ലാവർക്കും ഒരു അല്പം ബോധം ഉണ്ടായിരിക്കണമെന്ന് പറയുന്നത് ഒരു സിമ്പിൾ ഫാക്റ്റാണ്. ആ സിമ്പിൾ ഫാക്റ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിറ്റിക്സ് കൺട്രോൾസ് അവർ ലൈഫ്. Politicians decide how we live, what we earn, how much tax we pay, where we spend. നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ ബാധിക്കുന്ന, നമ്മൾ ജീവിക്കുന്ന ആ ഒരു സാഹചര്യത്തെ നിയന്ത്രിക്കുന്നത് രാഷ്ട്രീയക്കാരാണ്. ഇപ്പോൾ ഈ പൊളിറ്റിക്കൽ പാർട്ടീസും ഒക്കെ വരുന്ന ആ ഒരു ബേസിസിലാണല്ലോ. അപ്പോൾ ആ ഒരു റീസൺ കൊണ്ടാണ് എല്ലാവർക്കും ഒരു റീസണബിൾ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. ചിലർ പറയുന്നുണ്ട്, നമ്മുടെ ഇവിടുത്തെ യങ്സ്റ്റേഴ്സും ഒക്കെ പറയുന്നുണ്ട് പൊളിറ്റിക്സിനെ കുറിച്ച് എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ പൊളിറ്റിക്സ്. അപ്പൊ അത് നമ്മൾ ആരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്നത് അല്ലെങ്കിൽ കൂടി നമുക്കൊരു അവയർനെസ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഉദാഹരണമായിട്ട് എൻ്റെ ഒരു സിദ്ധാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നെ ഭരിക്കാൻ ഞാൻ തിരഞ്ഞെടുക്കപ്പെടുന്ന ആരോ ആയിക്കോട്ടെ, ഏത് പാർട്ടി ആയിക്കോട്ടെ, പാർട്ടി പൊളിറ്റിക്സ് അല്ല നമ്മൾ സംസാരിക്കുന്നത്, ഏത് പാർട്ടി ആയി കഴിഞ്ഞു കഴിഞ്ഞാലും ആ ഒരു വ്യക്തിയെ നമ്മൾ ഇലക്ട് ചെയ്ത് വിടുന്നതാണ്. നമുക്കൊരു വോട്ടവകാശമുണ്ട്, വോട്ട് ചെയ്യാത്ത ആൾക്കാരും ഉണ്ട്. പക്ഷെ അവർ വോട്ട് ചെയ്താലും ഇല്ലേലും ഇവരാണ് തീരുമാനിക്കുന്നത് ഇദ്ദേഹം എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന്. വളരെ ശരിയാണ്. നമ്മൾ ഇത് അറിയാമെങ്കിലും ചിന്തിക്കുന്നില്ല. അതാണ്. അപ്പൊ പിന്നെ നമ്മുടെ ഈ പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിന്റെ കൂട്ടത്തില് ഈ ഒരു പൊളിറ്റിക്കൽ ഡിസിൻട്രസ്റ്റ് എപ്പോഴും ഉണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ കൗൺസിലർ ആവണമെന്നോ MP ആവണമെന്നോ മന്ത്രി ആവണമെന്നല്ല, ആയകൊള്ളാൻ കുഴപ്പമൊന്നുമില്ല, ആകണമെന്നില്ല. പക്ഷേ നമ്മുടെ യഥാർത്ഥത്തിൽ ഈ പൊളിറ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ് അതിൽ കൂടെയാണ് നമ്മൾ ഈ ഡെയിലി ഡിബേറ്റ്സും ഡിസ്കഷനും റൈറ്റും റോങ്ങും ശരിയും തെറ്റും ഒക്കെ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. കാര്യം നമ്മളിപ്പോൾ ഒരു TV ഓൺ ചെയ്ത് കഴിഞ്ഞാൽ, ന്യൂസ് കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 90% പൊളിറ്റിക്സ് റിലേറ്റഡ് ആണ് ഇവന്റ്സ്. അതിനകത്ത് തെറ്റുണ്ടാകാം, ശരിയുണ്ടാകാം. അപ്പോൾ നമുക്ക് നമ്മളെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ചുമതലയുണ്ട്, എന്താണ് ശരി എന്താണ് തെറ്റെന്നുള്ളത്. വളരെ ശരിയാണ്. അപ്പോൾ അതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇതിൻ്റെ ബ്രീഫ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പൊളിറ്റീഷ്യൻസ് കൺട്രോൾ അവർ ലൈഫ്. മനസ്സിലാവുന്നു. കാര്യം നിയമം നടപ്പിലാക്കുന്ന നിയമത്തിന്റെ നിയമം നടപ്പാക്കുന്നതല്ല, നിയമം ഉണ്ടാക്കുന്നത് രാഷ്ട്രീയമാണ്. പാർലമെന്റ് ഉദ്ദേശം എന്ന് പറഞ്ഞതാണ്. പിന്നെ കേരളത്തിൽ നിന്ന് ഇന്ത്യയിൽ നിന്നൊക്കെ നമുക്ക് നമ്മുടെ സിസ്റ്റമായിട്ട് വളരെ സിമിലാരിറ്റി ഉണ്ട്. അതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലോകം ഒരു സമയത്ത് ഭരിച്ചവരാണല്ലോ ബ്രിട്ടീഷുകാരെന്ന് പറയുന്നത്. അപ്പൊ ഇവരുടെ നല്ല ചില കാര്യങ്ങളിൽ ഉള്ള പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അഡ്മിനിസ്ട്രേഷൻ, ഗവൺമെന്റ്, ഡെമോക്രസി ആൻഡ് കൺട്രോൾ സിസ്റ്റംസ്. ഇങ്ങനെയൊക്കെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും നമ്മുടെ ബ്രിട്ടീഷ് ഭരണകാലത്തുണ്ടായ നേട്ടങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യം ഇതാണ്, ആ ഓർഡർ എസ്റ്റാബ്ലിഷ് ചെയ്തതൊക്കെ. പിന്നെ നമ്മുടെ പാർലമെന്ററി സിസ്റ്റം എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും ഇന്ത്യയുടെ നമ്മുടെ പാർലമെന്ററി സിസ്റ്റത്തിൽ 2 ഹൗസസ് ഉണ്ട്, രാജ്യസഭയും ലോകസഭയും. അപ്പൊ ഇവിടെ അതുണ്ട്. ഇപ്പൊ ഇവിടെ അതിന് ഹൗസ് ഓഫ് കോമൺസ് എന്നും ഹൗസ് ഓഫ് ലോർഡ്സ് എന്നും അറിയപ്പെടും. അപ്പം ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ അഡ്മിനിസ്ട്രേഷനിൽ കുറച്ച് വ്യത്യാസമുണ്ട്. അത് ആ ഒരു പ്രത്യേക രാജ്യത്തിന്റെ സ്വഭാവങ്ങളാണ്. അപ്പൊ ഹൗസ് ഓഫ് കോമൺസ് ഈസ് ഓൾമോസ്റ്റ് എക്സാക്ട്ലി സെയിം ആസ് നമ്മുടെ ലോക്സഭ. മെമ്പേഴ്സിൽ വ്യത്യാസമുണ്ട്. നമ്മുടെ ലോക്സഭയിൽ എത്ര 543 മെമ്പേഴ്സാണ് ഉള്ളത്. ഇന്ത്യ മഹാരാജ്യത്ത് 1.4 ബില്യൺ പീപ്പിൾ. ഇപ്പൊ ഇവിടെ യഥാർത്ഥത്തില് 650 ഹൗസ് ഓഫ് കോമൺസ് ഉണ്ട്. നമ്മുടെ ജനസംഖ്യ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 20 മാത്രമേ ഉള്ളൂ. അതുപോലെ ഹൗസ് ഓഫ് ലോർഡ്സ്, അതായത് അപ്പർ ഹൗസ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ഇതാണ്. അപ്പൊ നമ്മുടെ നാട്ടിലും അങ്ങനെയാണ്. അപ്പർ ഹൗസ് എന്നറിയപ്പെടുന്ന രാജ്യസഭയാണ്. ഇപ്പൊ രാജ്യസഭയിൽ എനിക്ക് തോന്നുന്നത് ഇന്ത്യയില് 250 അംഗങ്ങളേ ഉള്ളൂ. പക്ഷെ ഒരു വ്യത്യാസം, അവിടുത്തെ രാജ്യസഭയും ഇവിടുത്തെ ലോർഡ്സും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ രാജ്യസഭയില് ഡയറക്ട്ലി ഇലക്റ്റഡ് അല്ലെങ്കിൽ കൂടി സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് MLAs ആണ് യഥാർത്ഥത്തിൽ
ഭൂരിഭാഗം രാജ്യസഭാംഗങ്ങളെ നോമിനേറ്റ് ചെയ്യുന്നത്. നോമിനേഷനാണ്, പാർട്ടി പൊളിറ്റിക്സ് ബേസിസിലാണ് എങ്കിൽ കൂടി. എനിക്ക് തോന്നുന്നത് 12 രാജ്യസഭാ അംഗങ്ങളെ മാത്രം പ്രസിഡന്റ് ഡയറക്ടറായിട്ട് അപ്പോയിന്റ് ചെയ്യും. അവർ ഈ എക്സലൻസ് ഇൻ സർട്ടൺ സ്പിയേഴ്സ്, ഇപ്പോൾ ആർട്സ്, കൾച്ചറൽ, സയൻസ് എന്നുള്ളതൊക്കെ. ബാക്കിയുള്ളവരെല്ലാവരും റൊട്ടേറ്റിംഗ് സിസ്റ്റത്തിലൂടെ വരുന്നതാണ്. ഇവിടുത്തെ ഹൗസ് ഓഫ് ലോർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്റ്റഡ് അല്ല, പക്ഷേ ഒരു നല്ലൊരു ശതമാനം പൊളിറ്റീഷ്യൻസ് സെലക്ട് ചെയ്യുന്നതാണ്. പക്ഷെ അതിൽ കൂടുതൽ ചില റിസർവ്ഡ് പോസ്റ്റ് ഉണ്ട്. പണ്ട് ഹെറിഡിറ്ററി പിയേഴ്സ് എന്ന് പറയായിരിക്കും, നമ്മൾ ഈ ന്യൂസിലൊക്കെ സാധാരണ കേൾക്കാറുള്ളതാണ്. ഇപ്പം എൻ്റെ അച്ഛൻ ലോഡായിരുന്നെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഞാനും ലോഡാണ്. അതിപ്പോൾ അബോളിഷ് ചെയ്തു, അതിപ്പോൾ ഇല്ല. എനിക്ക് തോന്നുന്നത് 1999 മറ്റോ അത് അബോളിഷ് ചെയ്തു. പക്ഷെ ഇവർ ഒരിക്കൽ ലോഡായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നും ലോഡാണ്, ഇവർക്ക് കാലാവധിയില്ല. അവര് മരിക്കുന്നവരെയും ചിലർ റിസൈൻ ചെയ്യും, ചിലർ മതിയാക്കും, അങ്ങനെയൊക്കെ ഉണ്ട്. അവർ മരിക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ അവർ റീപ്ലേസ് ചെയ്തില്ല. അതുപോലെ പെർമനന്റ് സീറ്റും ഇല്ല, പെർമനന്റ് നമ്പറും ഇല്ല. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ 780 ആണ് ഹൗസ് ഓഫ് ലോർഡ്സിലെ ഇപ്പോഴത്തെ ഉള്ള ഇതിൽ. അങ്ങനെയില്ല, സ്ലൈറ്റ്ലി വേരീസ്. പക്ഷെ ഇതിനകത്തൊരു വലിയ വേരിയേഷൻ ഉണ്ടാകാറില്ല. കാര്യം ഇത് അഡ്മിനിസ്റ്റർ ചെയ്യുന്ന ആൾക്കാർ അതൊക്കെ ശ്രദ്ധിക്കാറുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. പിന്നെ ഇതിനകത്ത് റിസർവ്ഡ് ആയിട്ട് ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പിരിച്വൽ ലോർഡ്സ് എന്നും പറഞ്ഞുണ്ട്. അതായത് നമ്മുടെ ചേർച്ചിന്റെ ഭാഗമായിട്ടൊക്കെ വരുന്നതാണ്. നമ്മുടെ ആർച്ച് ബിഷപ്പ്മാരൊക്കെ ഉണ്ട്. അതേ വെരി ക്ലവർ പീപ്പിൾ. ഇപ്പൊ ഇവരുടെ പ്രധാന ജോലി എന്താണെന്ന് പറഞ്ഞാൽ സ്ക്രൂട്ടനി ദ ബിൽസ് പാസ് ബൈ പാർലമെന്റ്. അപ്പൊ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കും. പക്ഷെ ഇവർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു ബില്ല് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ പരിഗണിക്കുമ്പോഴത്തേക്കും നമ്മുടെ രാജ്യസഭയായിട്ട് ഒരു സാമ്യമുണ്ട്. പക്ഷെ അവിടെ പൊളിറ്റീഷ്യൻസ് ക്യാൻ ഡിസൈഡ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു കോൺഗ്രസ് പാർട്ടിയോ ജനതാ പാർട്ടിയാണ് 15 സ്റ്റേറ്റ് ഭരിക്കുന്നതെങ്കിൽ മെജോറിറ്റി മെമ്പേഴ്സ് അവിടെതായിരിക്കും. കാര്യം ഈ MLA-മാരാണ് ഇത് സെലക്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ആ ഒരു സിസ്റ്റം ഇല്ല. പിന്നെ വേറെ 1-2 അപാകതകൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഈ നമ്മൾ അടുത്ത കാലത്തായിട്ട് കുറെ ന്യൂസ് കേൾക്കാറുള്ള ഹൗസ് ഓഫ് ലോർഡ്സ് അബോളിഷ് ചെയ്യണം, ഇത് പഴയ സിസ്റ്റം എന്നൊക്കെ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള കുറെ ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഇവരൊക്കെ ഭയങ്കര ക്ലവറാണ്. എല്ലാവരും വളരെ പ്രായമുള്ളവരും പല സാഹചര്യത്തിൽ നിന്ന് എക്സ്പീരിയൻസ് കൂടി വന്നവരാണ്. പിന്നെ ഇവരെയൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും ഒരു സ്ക്രൂട്ടനി കമ്മിറ്റി ഉണ്ട്. ഇവർ ഉചിതമാണോ ഇല്ലയെന്ന് ഹൗസ് ഓഫ് അങ്ങനെ ഒരു ഇൻഡിപെൻഡന്റ് കമ്മിറ്റി ഉണ്ട്. അവരാണ് ഫൈനൽ സ്റ്റാമ്പ് ചെയ്യുന്നത്. പിന്നെ വേറെ 1-2 കാര്യങ്ങളുണ്ട്. ഡെസൊല്യൂഷൻ ലോർഡ്സ് എന്ന് പറയും. ഇപ്പോൾ ഒരു പാർലമെന്റ് തീരുന്ന സമയത്ത് ആ പാർട്ടിക്ക് കുറെ പേരെ നോമിനേറ്റ് ചെയ്യാം. നമ്മൾ ഈ അടുത്ത കാലത്ത് ബോറിസ് ജോൺസണും ലിസ് ട്രസ്റ്റും ഒക്കെ ഇങ്ങനെ ആവശ്യമില്ലാത്തവരൊക്കെ നോമിനേറ്റ് ചെയ്തെന്നും പറഞ്ഞൊരു ക്രിറ്റിസിസമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതുപോലെ റിസൈനിങ് പ്രൈം മിനിസ്റ്റേഴ്സ് ക്യാൻ നോമിനേറ്റ് ആസ് വെൽ. അങ്ങനെയുണ്ട്. അങ്ങനെയാണ് ലിസ് ട്രസ് 40 ദിവസം കണ്ടേ പ്രൈം മിനിസ്റ്റർ ആയിരുന്നുള്ളൂ. പക്ഷേ ഈ നോമിനേറ്റഡ് സംഭവം നമ്മൾ ന്യൂസിലൊക്കെ കേട്ടതാണ്, അത് ഉണ്ടായിരുന്നത്. അങ്ങനെയൊക്കെയുള്ള കുറെ അറേഞ്ച്മെന്റ് അഡ്ജസ്റ്റ്മെന്റ്. പക്ഷേ ഈ നമ്പേഴ്സ് കുറവാണ്. ഇവർ നോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഈ സ്ക്രൂട്ടനി കമ്മിറ്റിയാണ് ഫൈനൽ അപ്രൂവൽ കൊടുക്കുന്നത്, ഇവർക്ക് അതിനു വേണ്ടിയുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടോന്ന്. പിന്നെ അവർക്ക് ഫിക്സ് പേയും ഇല്ല. അവിടെ ഡെയിലി അലവൻസ് ഉണ്ട്, അറ്റൻഡൻസ് അലവൻസ് എന്നാണ് പറയുന്നത്. ഇത് ഹൗസ് ഓഫ് കോമൺസ് അല്ല, ഹൗസ് ഓഫ് ലോർഡ്സിൽ. എനിക്ക് തോന്നുന്നത് 332 പൗണ്ട് എ ഡേ ആണ് അവിടെ അറ്റൻഡൻസ് അലവൻസ്. അത് അറ്റൻഡ് ചെയ്തെങ്കിൽ മാത്രമേ കിട്ടൂ. പിന്നെ അവർക്ക് എക്സ്പെൻസസും മറ്റു കാര്യങ്ങളും ഒക്കെ മറ്റു MP-മാരാണൊക്കെ ചിലവാക്കും. പക്ഷെ ഇവിടെ ഒരു ഫിക്സ് സാലറി അല്ല. കോമൺസിന് നമ്മുടെ MP-മാരാണൊക്കെ, ലോക്സഭയിലെ MP-മാരാണൊക്കെ ഫിക്സ് സാലറിയാണ്. എനിക്ക് തോന്നുന്നത് 86,000. നമ്മൾ ആൾക്കാരെല്ലാം പറയും ഇവരൊക്കെ ഭയങ്കര പണക്കാരാണെന്ന്. ദാറ്റ്സ് നോട്ട് മച്ച്. ഒരു MP-യുടെ സാലറി 86,500 പൗണ്ടാണ് ഒരു MP-യുടെ ഇൻകം എന്ന് പറയുന്നത്. ഞാൻ ചോദിക്കുന്നേട്ടാ, ഇപ്പൊ ഞാൻ പൊളിറ്റിക്സിനെ കുറിച്ച് ഒരു അവയർനെസ് ഇല്ലാത്ത ഒരാളാണ്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ഇപ്പൊ എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കുക? ചേട്ടൻ പറയാറുണ്ടല്ലോ പൊളിറ്റിക്സ് നമ്മൾ അവയർ ആയിരിക്കുക. അപ്പൊ എന്താണ് ചേട്ടൻ ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൊളിറ്റിക്സിനെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ തെറ്റിനെയും ശരിയെയും വിലയിരുത്താനുള്ള ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് പൊളിറ്റിക്കൽ ഡിബേറ്റ്. ഇപ്പൊ നമ്മൾ ഇപ്പം തന്നെ ഒരു ഇലക്ഷൻ ഇയർ ഒക്കെ ആകുമ്പോഴത്തേക്കാണ് ഇത് കൂടുതൽ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പൊ ഉദാഹരണമായിട്ട് ഈ വർഷം നമുക്കൊരു ഇലക്ഷൻ ഉണ്ടാകുന്നുണ്ട്. ഇപ്പം തന്നെ 2 പ്രധാന പാർട്ടികളും പല പ്രോമിസസും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പം ചിലർ പ്രോമിസ് ചെയ്യുമ്പോഴത്തേക്ക് ഇവരിതിനെക്കുറിച്ച് ശരിക്കും ചിന്തിച്ചിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ഞാൻ ഈ അടുത്ത കാലത്ത് ചിന്തിച്ചാണ്. ഇപ്പം ഞാൻ പാർട്ടി പൊളിറ്റിക്സ് പറയല്ല, ഒരു ഉദാഹരണമാണ് പറയുന്നത്. ഈ അടുത്ത കാലത്ത് വലിയ ഇഷ്യൂ ആയതാണ്. ലേബർ പാർട്ടി 28 ബില്യൺ പൗണ്ട് എൻവയറമെന്റൽ റീസൺസിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ഒരു പ്രോമിസ് കൊടുത്തിരുന്നു. ഇപ്പോൾ 2 ആഴ്ചയ്ക്ക് മുമ്പ് അത് വിഡ്രോ ചെയ്തു. അപ്പൊ ഇദ്ദേഹം ഈ ലേബർ പാർട്ടി ജയിച്ചപ്പോഴേ ഞാൻ ചോദിച്ചു, എവിടുന്നാണ് ഈ മണി വരുന്നത്?
മണി ഡസൻ കം ഫ്രം നോ വെൽ. ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞ കണക്കാണ്. മണി ഡസൻ കം ഫ്രം ഹാസ് ടു കം ഫ്രം. ഇപ്പോൾ ഒരു വർഷം 28 ബില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭരിക്കാൻ സാധ്യതയുള്ള 5 വർഷത്തേക്ക് അപ്പോൾ 140 ബില്യൺ പൗണ്ട് എൻവയറമെന്റൽ കാര്യത്തിന് വേണ്ടി ചെലവഴിക്കുന്നു. സോ ഹൂ ഈസ് ഗോയിങ് ടു പേ ഫോർ ദീസ്? വെർ ഈസ് ദ മണി? ഇപ്പോൾ അവസാനം ഇലക്ഷനായിട്ടൊക്കെ വന്ന ആൾക്കാർ ചോദ്യം ചെയ്യുമ്പോഴത്തേക്ക് ഇവർ അവരിലേക്ക് തന്നെ ഒന്ന് നോക്കി. സോ ഈ ക്യാൻസൽ. അപ്പോൾ ഈ എല്ലാ പാർട്ടീസും ചെയ്യുന്നുണ്ട്. അത് നമ്മൾ NHS ഒരു ഡിബേറ്റിംഗ് ഇഷ്യൂ ആണല്ലോ എപ്പോഴും. അപ്പോൾ പ്രതിപക്ഷം എപ്പോഴും പറയാറുണ്ട് ഭരണകക്ഷിയാണ് ഈ പ്രശ്നമെല്ലാം ഉണ്ടാക്കിയത് NHS ആണെന്നുണ്ടെങ്കിൽ. പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ യു ഗോ ടു സോൾവ് ഇറ്റ് നമ്മൾ ചിന്തിക്കണം. ഇപ്പൊ ലേബർ പാർട്ടി എപ്പോഴും പറയുന്നുണ്ട്, പക്ഷെ അവരെ റൈറ്റ് ആണ് പറയാൻ. കാര്യം ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താൻ പറ്റും. ഇപ്പൊ ഡെമോക്രസിയുടെ വേറൊരു ഇതാണ്, ഓപ്പോസിഷനെ ബ്ലെയിം ചെയ്യാൻ പറ്റില്ല, ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താൻ പറ്റും. ഇപ്പൊ ഇപ്പോഴത്തെ ഗവൺമെന്റ് കൺസർവേറ്റീവ് പാർട്ടി ഓപ്പോസിഷൻ ആണെന്നുണ്ടെങ്കിൽ അവരിങ്ങനെ ആയിരിക്കും പറയുന്നത്. അപ്പൊ അതൊരു നാച്ചുറൽ ഫിനോമിനാണ്. അപ്പൊ നമ്മൾ എന്തുകൊണ്ട് ഞാൻ നമ്മുടെ യങ്സ്റ്റേഴ്സിന് ഇതിനകത്ത് താല്പര്യം കാണിക്കുന്നു എന്ന് പറയുന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങളെ ഇവാലുവേറ്റ് ചെയ്യാൻ, അതിന്റെ മൂല്യങ്ങളെ പറ്റി ചിന്തിക്കാനും, ആ ഒരു ഡിബേറ്റ്, ഡിസ്കഷൻ, ഇവാലുവേഷൻ ഇങ്ങനെയൊക്കെയുള്ള ഒരു സ്കിൽ സെറ്റ് ഡെവലപ്പ് ചെയ്യാനും പറ്റിയൊരു മാധ്യമമാണ് പൊളിറ്റിക്കൽ പ്രൊപ്പോസൽസിനെ കുറിച്ച്. ഇപ്പം പ്രതിപക്ഷം ഇങ്ങനെ ആരെങ്കിലും ഒരു പൊളിറ്റീഷ്യൻസ് TV വന്നിട്ട് പറയുകയാണ് ഞങ്ങൾ ഇത്രയും സ്പെൻഡ് ചെയ്യും, ഞങ്ങൾ ഇമിഗ്രേഷൻ മൊത്തം സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇതിന്റെ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ അത് സ്റ്റോപ്പ് ചെയ്യും? Just think about that kind of things. അതായത് ഒരു ഹെൽത്തി ആയിട്ട് പൊളിറ്റിക്കൽ കോൺവെർസേഷൻസ് യങ്സ്റ്റേഴ്സിനിടയിൽ ഉണ്ടാവണം, എങ്കിലേ ഈ പറഞ്ഞ പോലുള്ള ഇതിനുള്ളിൽ മാറ്റം ഉണ്ടാവാൻ. അത് ആ കോൺവെർസേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതൊരു പൊളിറ്റിക്കൽ കോൺവെർസേഷൻ ആയിട്ട് കാണണ്ട. കാര്യം ഇത് നിയമം മൂലം കൊണ്ടുവരാൻ സാധ്യതയുള്ള ഒരു ഘടകമാണ്. അത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ഇതിന്റെയൊക്കെ ഒരു ഭാഗമാണ്. ഒരു വലിയ ശതമാനം ആൾക്കാർ വോട്ടിംഗ് ചെയ്യുന്നില്ല എന്നൊരു സത്യവും കിടപ്പുണ്ടല്ലോ അല്ലേ? ഈ ജനറൽ ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് ബൈ ഇലക്ഷനിലൊക്കെ ആൾക്കാർ ചെയ്യാം. കാര്യം കൂടുതലും പ്രോട്ടസ്റ്റ് വോട്ടാണ്. ജനറൽ ഇലക്ഷനിൽ 67 to 70-72% ഒക്കെ അത്രയൊക്കെ വരുന്നുണ്ട്. നോട്ട് ടു ബാഡ് ബേസിക്കലി. അല്ല, പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇടയ്ക്ക് നമ്മുടെ കൂടെ ഇപ്പം വർക്ക് ചെയ്യുന്ന ചിലരായാലും നമുക്ക് രാഷ്ട്രീയത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എപ്പോഴും നമ്മുടെ കേരള രാഷ്ട്രീയത്തെ കുറിച്ച് ചർച്ച അല്ലെ, നമ്മള് കമ്മ്യൂണിസ്റ്റോ അല്ലെങ്കിൽ കോൺഗ്രസ് എന്തെങ്കിലും ഒരു പാർട്ടി ഈ പറഞ്ഞ പോലെ ഇവിടുത്തെ ഒരു പൊളിറ്റിക്സുമായിട്ട് എനിക്ക് തോന്നുന്ന വലിയ അറ്റാച്ച്മെന്റ് ആരും വെക്കാറില്ല. ഇല്ല, അതാണ് ഉണ്ടാകേണ്ടത്. ഇപ്പൊ ഞാൻ തന്നെ ഈ അടുത്ത കാലത്ത് നമ്മുടെ മലയാളി സുഹൃത്തുക്കളുടെ ചില വീടുകളിലൊക്കെ പോകുമ്പോഴത്തേക്ക് 24 hours കൈരളി ടെലിവിഷനും ഏഷ്യാനെറ്റും സൂര്യയൊക്കെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ വീട്ടിലെ കുട്ടികൾ, പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്, അവർക്കൊരു ന്യൂസ് ബുള്ളറ്റിൻ കേൾക്കാനോ താല്പര്യമില്ല. പുറത്തുള്ള ചില ആർഗ്യുമെന്റ് നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയിലൊക്കെ പറയുന്നുണ്ട്. ഇവര് സംസാരിക്കുന്ന വിഷയം ഇവിടുത്തെ പൊളിറ്റിക്സിനെ കുറിച്ച് സംസാരിക്കാൻ ഞാൻ കേട്ടില്ല അവരുടെ പോലെ. നാട്ടില് പിണറായി എന്ത് ചെയ്ത്, അല്ലെങ്കിൽ ഇന്നാരെന്ത് ചെയ്ത്, അല്ലെങ്കിൽ മോഡി എന്ത് ചെയ്ത്, ഇത് ഇവരെല്ലാം ബ്രിട്ടീഷ് സിറ്റിസൺസ് ആണ്. മനസ്സിലായി. അല്ല, അത് മാത്രമല്ല, ഈ പറഞ്ഞ ഇതിലൊരു വാലിഡ് പോയിന്റ്, നമ്മുടെ അടുത്ത ജനറേഷനും ഫീഡ് ചെയ്യുന്നത് ഇത് തന്നെയാണ്. അല്ല, അതാണ് ഇപ്പം ഇതിന്റെ ഞാൻ ഈ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഈ ഡിബേറ്റ്, ഡിസ്കഷൻ, അനാലിസിസ്, തിങ്കിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് പറ്റിയ സബ്ജക്റ്റുകൾ ഉണ്ടാകുന്നത് രാഷ്ട്രീയ ആർഗ്യുമെന്റിൽ കൂടാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഗവൺമെന്റ് പറയുകയാണ്, ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ, 28 ബില്യൺ എന്ന് പറയുമ്പോഴത്തേക്കും ഈ 28 ബില്യൺ എവിടെ നിന്ന് വരുന്നത്, അതെങ്ങനെ സ്പെൻഡ് ചെയ്യുന്നത്, ഇതുമൂലം ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ എന്താണ്, ഇത് ബോറോ ചെയ്യുന്നതാണെന്ന് പറഞ്ഞു. ബോറോ ചെയ്യുമ്പോഴത്തേക്ക് അതിനൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. ഹൂ ഈസ് ഗോയിങ് ടു പേ ഫോർ ദാറ്റ്? അപ്പൊ അത് ആ ഒരു ഡിബേറ്റ്. അപ്പൊ ഈ ഡിബേറ്റും കൊണ്ട് എന്താണ് നമ്മുടെ യങ്സ്റ്റേഴ്സുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരുടെ ഇന്റർവ്യൂവിന് പോകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ട് വരുമ്പോഴത്തേക്കും ഇവരുടെ കരിയർ ഡെവലപ്മെന്റ് പ്രോസസ്സിന്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാകുന്നത് ഇങ്ങനെയുള്ള സബ്ജക്റ്റിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴും. അപ്പൊ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യണം. സ്വന്തമായിട്ട് തന്നെ ആയാലും കുഴപ്പമില്ല, നമ്മൾ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുക. ഇദ്ദേഹം ഇങ്ങനൊരു പ്രപ്പോസൽ വന്നു, ഇതെവിടുന്ന് വന്നു, ഇതെങ്ങനെയാന്ന് വന്നു, ഇതിന്റെ പ്രാക്ടിക്കൽ റിയാലിറ്റി എന്തായിരിക്കും, അപ്പൊ അതിനെപ്പറ്റിയുള്ള സാധാരണ ഞാൻ പ്രധാനമായിട്ട് ഉദ്ദേശിച്ചത് നമുക്കൊരു താല്പര്യം കാണിക്കുക. അപ്പൊ അതിന്റെ ഭവിഷ്യത്ത് അവസാനം if someone happens to be an MBA or something, it is very very good. Exactly. അത് നമ്മൾ ഈ പറഞ്ഞ പോലെ once it's happened നമ്മൾ അതിന്റെ ഒരു ഫ്ലോയിൽ അങ്ങ് പോകുന്നു എന്നുള്ളതാണല്ലോ. ബട്ട് അറ്റ്ലീസ്റ്റ് അവെയർ ആയിരിക്കുക, ഈ പറഞ്ഞ പോലുള്ള ഹെൽത്തി ഡിബേറ്റ്സ് ഉണ്ടാവും. സ്പെഷ്യലി ഈ പറഞ്ഞ പോലെ ഈ നാട്ടിൽ നമ്മൾ ജീവിക്കുന്നവരാണ് അല്ലെ, അപ്പൊ തീർച്ചയായിട്ടും ഇവിടുത്തെ പൊളിറ്റിക്സ് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എന്തായാലും അത് പറഞ്ഞ സ്ഥിതിക്ക് ഇപ്പൊ വരുന്ന ഇതില് ഋഷി സുനാക്കിന്റെ കാര്യത്തിൽ എന്താണ് ചേട്ടന്റെ ഒരു ഒപ്പീനിയൻ? ഇത് ഈ ഋഷി സുനാക്ക് ജയിക്കും എന്നുള്ള കാര്യത്തിലാണോ? നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കൺസർവേറ്റീവ് പാർട്ടി അധികാരത്തിൽ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. കാര്യം ആൾക്കാർക്ക് ലോസ് എ ബിറ്റ് ഓഫ് കോൺഫിഡൻസ്. പക്ഷെ അത് ഈ ആൾക്കാർ പറയുന്നത്, ഇപ്പൊ ലേബർ പാർട്ടി, ഞാൻ ഒരു ഉദാഹരണം പറയുകയാണ്. ലേബർ എപ്പോഴും ഗവൺമെന്റ് അക്യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്, കഴിഞ്ഞ 13 വർഷം ഭരിച്ചിട്ട് NHSന്റെ സ്ഥിതി ഇതാണ്, വെൽഫെയർ സ്കീമിന്റെ സ്ഥിതിയാണ്, എൻവയോൺമെന്റൽ സിറ്റുവേഷൻ ഇതാണെന്ന് പറയും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചിന്തിക്കേണ്ട വേറെ കാര്യം എന്താണെന്നറിയോ, ഈ 13 വർഷത്തിൽ 4 ഇലക്ഷൻ നടന്നു. ഈ 4 ഇലക്ഷനിൽ ലേബർ പാർട്ടി തോറ്റു. അപ്പൊ ഈ പോളിസീസ് ഒക്കെ അവർ പറയുന്നതൊക്കെ 13 വർഷം കൊണ്ട് സ്ഥിരമായിട്ട് മോശമായിരുന്നെങ്കിൽ അവരെന്തുകൊണ്ട് ജയിച്ചില്ല?
തീർച്ചയായും. സോ പീപ്പിൾ ഡിഡ്ന്റ് ട്രസ്റ്റ്. ശരിയാണ്, ശരിയാണ്. അല്ല അത് മാത്രമല്ല, എനിക്കൊന്ന് കുറെ പേർക്ക് ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് ലേബർ പാർട്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ ആൾക്കാർക്ക് വേണ്ടി നിൽക്കുന്ന ഒരു പാർട്ടി, നമ്മുടെ ആളുകൾ പ്രത്യേകിച്ച് അതങ്ങനെ ഉണ്ട്. കൺസർവേറ്റീവ് എന്ന് പറയുമ്പോൾ ഞാനേതാണ്ട് 25 വർഷത്തോളം ലേബർ പാർട്ടിയുടെ ഒരു മെമ്പർ ആയിരുന്നേ. ബട്ട് ഐ ആം നോട്ട് നൗ. ഐ ഡിഡ്ന്റ് തിങ്ക് ഇറ്റ് വാസ് അപ്രോപ്രിയേറ്റ് ടു ജോയിൻ. രണ്ട് പൊളിറ്റിക്കൽ പാർട്ടിയുടെ ആൾക്കാരുമായിട്ട് ഞാൻ സംസാരിക്കുന്നുണ്ട്. ബട്ട് ബേസ്ഡ് ഓൺ സ്പെസിഫിക് ടോപ്പിക്സ്, നോട്ട് ഓൺ എ പാർട്ടി പൊളിറ്റിക്കൽ ബേസിസിൽ. അതല്ല എന്റെ പാർട്ടി എന്നുള്ളതല്ല, സബ്ജക്ട് എന്താണെന്നുള്ളതിനനുസരിച്ചിരിക്കും. നോട്ട് പാർട്ടി ഫോക്കസ്ഡ് ബട്ട് സബ്ജക്ട് ഫോക്കസ്ഡ്. ആ ഒരു മിനിമം. അപ്പൊ ഞാൻ നമ്മുടെ യങ്സ്റ്റേഴ്സിന് ഉദ്ദേശിക്കുന്നതാണ്, ഇപ്പൊ നമ്മുടെ സാഹചര്യത്തെക്കുറിച്ചും നമ്മളെ നിയന്ത്രിക്കുന്ന ചില ഘടകങ്ങളുണ്ട്, പൊളിറ്റീഷ്യന്റെ ഭാഗത്തു നിന്ന് വരുന്നതാണ്. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവരാണ് നമ്മളെ ഭരിക്കുന്നത്, ഏത് പാർട്ടി ആയിക്കോട്ടെ. ശരിയാ, നമ്മളെ കൊണ്ട് ഒരു ചെറിയ സപ്പോർട്ട്, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയാനുള്ള ഒരു റൈറ്റ് നമുക്കുണ്ട്. അപ്പൊ തീർച്ചയായും നമ്മൾ അത് യൂസ് ചെയ്യണം എന്നുള്ളൊരു കാരണം. ഇപ്പം സോഷ്യൽ മീഡിയയിൽ തന്നെ ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജ് ഞാൻ എപ്പോഴും ആലോചിക്കുന്നതെന്ന് പറഞ്ഞാൽ, നമ്മുടെ ചോയ്സുകൾ നമ്മുടെ ആയിട്ടുള്ള ചോയ്സ് ആണ്. ഇപ്പൊ എന്റർടൈൻമെന്റ് മതി എന്ന് ഞാൻ തീരുമാനിച്ചാൽ എനിക്ക് എന്റർടൈൻ മാത്രം കണ്ടാൽ മതി. അപ്പൊ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞൊരു പോയിന്റ് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടന്റ് വരുന്നത് ഈ TV അല്ലെ, ഇത് പറഞ്ഞ പോലെ നമ്മുടെ മലയാളം ചാനൽസും കണ്ടിരിക്കുന്ന ഒരു വളരെ സത്യമായ ഒരു കാര്യമാണ്. ഇവിടുത്തെ ചാനൽസ് എന്താണെന്നോ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ന്യൂസ് ചാനൽ ഇതൊന്നും ആരും ശ്രദ്ധിക്കാറില്ല ശരിക്കും, അല്ലെ. ഇൻട്രസ്റ്റ് റിയലി ഉള്ളവർ മാത്രമേ ഇത് കാണുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഋഷിസിനാക്കിന്റെ കാര്യം പറഞ്ഞല്ലോ, അപ്പൊ നമുക്കൊരു നാച്ചുറൽ ആയിട്ട് ഒരു ഇന്ത്യൻ ഒറിജിൻ ആണെന്നുള്ളൊരു ബോധം നമ്മുടെ മനസ്സിനകത്തുണ്ട്. അപ്പൊ ഒരു ഫീലിംഗ് ഉണ്ട്. ബട്ട് ഇറ്റ് മസ്റ്റ് നോട്ട് ബി പേഴ്സണാലിറ്റി റിലേറ്റഡ്, ഇറ്റ് മസ്റ്റ് ബി. അപ്പം എന്നോട് ചോദിച്ച് വാട്ട് ഈസ് മൈ ഒപ്പീനിയൻ അബൌട്ട് ദം. ഹി ഈസ് എ ഗുഡ് ഗായ്. പുള്ളിയുടെ എക്സ്പെർട്ടീസ് കം ഫ്രം ദ ഫൈനാൻഷ്യൽ സെക്ടർ. He is managing the economy the best way that he possibly can. അപ്പോൾ പുള്ളി ഒരു നല്ല പ്രൈം മിനിസ്റ്റർ ആണോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തിപരമായ അഭിപ്രായത്തിൽ അല്ല എന്നാണ് ഞാൻ പറയുന്നത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ഇല്ല, മാനേജ്മെന്റ് ഇല്ല. പണ്ടൊരു പണ്ഡിറ്റ് എന്നോട് പറഞ്ഞ്, മേക്ക് നെഗറ്റീവ്സ് ഇൻറ്റു പോസിറ്റീവ്, ദ ബെസ്റ്റ് സ്കിൽ. നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പോസിറ്റീവ് ആണെന്ന് ആൾക്കാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു വലിയ സ്കില്ലാണ്. രാഷ്ട്രീയക്കാർ ഉപയോഗിക്കുന്ന നല്ലൊരു തന്ത്രമാണ്. ബട്ട് കമ്മ്യൂണിക്കേഷൻ സ്കിൽ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സിനാക്കി ഈസ് വെരി പുവർ. അതോറിറ്റി ഇല്ല. റീസെന്റ് ഒരു ഇതിൽ വന്ന് കോൺട്രവേഴ്സിയിൽ പെട്ടല്ലോ പുള്ളി, എന്തോ ഒരു ഇത് പറഞ്ഞതിന് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതിന് തിരിച്ച് അപ്പോളജൈസ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ട് പറയുന്ന പോലെ. അല്ല, അതുപോലെ ഒരു വലിയ ഇതിൽ ഇപ്പം ചലഞ്ച് ചെയ്യുന്നതാണ്. പുള്ളി കയറിയപ്പോഴത്തേക്ക് 5 പ്ലഡ്ജ് ചെയ്തായിരുന്നല്ലോ. NHS വെയിറ്റിംഗ് ലിസ്റ്റ് കുറയ്ക്കും, ഇൻഫ്ലേഷൻ പകുതിയാക്കും, ബോട്ട് ഇമിഗ്രേഷൻ കൺട്രോൾ ചെയ്യും, അതിനൊക്കെ. അപ്പൊ ഇത് പറഞ്ഞ രീതി തെറ്റിപ്പോയി. ഇപ്പൊ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്ത് ഹാഫ് ആക്കി, ദാറ്റ്സ് ഓക്കെ. ഇപ്പൊ നമ്മുടെ ഈ സ്മോൾ ബോട്ടിൽ വരുന്നവർ ഇല്ലാതാക്കുമെന്ന് പറയുന്നത് തെറ്റാണ്. കാര്യം എന്നും ആരെങ്കിലും ഒക്കെ ചാടി വരും. ഈ ഒരു വലിയ പ്രശ്നമായത് ലിമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റെഡ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞാണ്. വെയിറ്റിംഗ് ലിസ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം, 7.5 മില്യൺ വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ട്. അത് ഇല്ലാതാക്കുമെന്ന് പറയുന്നതിനേക്കാളും നല്ലത് നമ്മുടെ മെഷേഴ്സ്. പിന്നെ ഇദ്ദേഹത്തിന്റെ കൺട്രോളിൽ വരാത്ത കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പം ഡോക്ടേഴ്സിന്റെ സ്ട്രൈക്ക്, നഴ്സസിന്റെ സ്ട്രൈക്കും ഒക്കെ അക്കാര്യത്തിൽ വരാനാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഡിസിഷനെ ബാധിക്കും, ആഡ്വേഴ്സ് ആയിട്ട് എഫക്ട് ചെയ്യും. അപ്പം പുള്ളിയുടെ ആ ഒരു പ്രസന്റേഷൻ ശരിയായില്ല യഥാർത്ഥത്തിൽ. അപ്പം ബോറിസ് ജോൺസൺ പ്രധാനമന്ത്രി ആയത് ഇതുപോലുള്ള കുറെ സ്കില്ലുണ്ട് അദ്ദേഹത്തിന്. കരിസ്മ സിനാക്കിന് ഇല്ലാത്തൊരു കാര്യം അതാണ്. അപ്പം പേഴ്സണാലിറ്റി ഈസ് ഇമ്പോർട്ടന്റ്. ഇപ്പം ഇവിടെ നമ്മുടെ മേജർ പ്രൈം മിനിസ്റ്റേഴ്സ് ടോണി ബ്ലെയറും മാർഗരറ്റ് താച്ചറും ഒക്കെ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാല് they can make you feel better. സബ്സ്റ്റൻസ് ഇല്ലെങ്കിലും ത്രൂ ദ സ്റ്റൈൽ. സിനാക്കിന് സ്റ്റൈലേ ഇല്ല. എന്തായാലും താങ്ക് യു സോ മച്ച്.